കോതമംഗലത്ത് തടി കയറ്റി വന്ന ലോറി മറിഞ്ഞ അപകടം. കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് യൂക്കാലി തടി കയറ്റി വന്ന ലോറി മറിഞ്ഞത്. ഫയർഫോഴ്സും പോലീസും എത്തി ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുൻപിൽ തടി കയറ്റി വന്ന വാഹനം മറിഞ്ഞു. ഹൈറേഞ്ച് ഭാഗത്തു നിന്നും യൂക്കാലിയുടെ തടി കയറ്റി വന്ന വലിയ ലോറിയാണ് മറിഞ്ഞ അപകടമുണ്ടായത്. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി നിയന്ത്രണം വിട്ട് മീഡിയനിൽ ഇടിച്ചുമറിഞ്ഞ വാഹനം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിമാറ്റി. ഏകദേശം 6 മണിക്കൂറോളം നടത്തിയ കഠിന പരിശ്രമത്തിന് ശേഷമാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞത്. റോഡിന് നടുവിലുള്ള മീഡിയൻ അശാസ്ത്രീയമാണെന്നും നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം.പി. നൌഷാദ് പറഞ്ഞു. കോതമംഗലം ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ഈ മീഡിയ യാതൊരു സിഗ്നൽ സംവിധാനങ്ങളും അശാസ്ത്രീയമായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. രാത്രി വരുന്ന വണ്ടികൾക്ക്, ഈ വാഹനങ്ങൾ വരുന്നവർക്ക് അവിടെ റിഫ്ലക്ടർ ഒന്നും സംവിധാനം PWD 5-6 തവണ നമ്മൾ ആവശ്യപ്പെട്ടേക്കണം. ഇത് തൊട്ടടുത്ത് മുമ്പ് ഒരു 5 ആക്സിഡന്റ് അടുപ്പിച്ചുണ്ടായി. രാത്രി 2 മണിക്കോ 5 മണിക്കോ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു അപകടം ഇപ്പോൾ ഒഴിവാക്കണം. സ്കൂട്ടർ ഇഷ്ടം പോലെ യാത്രക്കാരും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ വണ്ടി മറിഞ്ഞേക്കണം. ഈ കാര്യത്തിൽ ഭയങ്കര ഉദാസീനത PWD ഭാഗത്തുണ്ടായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാത്തതല്ല, പല വട്ടം അവരോട് ഈ വിഷയം പറഞ്ഞേക്കണാണ്. പല മുനിസിപ്പാലിറ്റിക്ക് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ചെയർമാൻ പറഞ്ഞു, PWD പറയാൻ പറഞ്ഞു. PWD ഞങ്ങൾ നേരിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ വിളിച്ചു പറയും, ചെന്ന് പറയുകയും ചെയ്തേക്കണം. ഇതുവരെ അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.